ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അരുൺ എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് അരുൺ, 27 വയസ്സുണ്ട്, വിവാഹിതനല്ല. ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. എൻ്റെ പേര് യഥാർത്ഥമല്ല, സാങ്കല്പികമാണ്. എൻ്റെ വീട്ടിൽ അമ്മയും അച്ഛനും ഞാനുമാണുള്ളത്. എനിക്കൊരു ചേച്ചിയുണ്ട്. ചേച്ചി വിവാഹം കഴിച്ചയച്ചിരിക്കുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ്. ചേച്ചിയെ വിവാഹം കഴിച്ചപ്പോൾ തന്നെ പുതിയ വീട്ടിലേക്കാണ് ചേട്ടൻ വിവാഹം കഴിച്ച് മാറ്റിയത്. അവർ തമ്മിൽ പ്രേമവിവാഹമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് അമ്മായിമ്മപ്പോരുണ്ടാകണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് പുതിയ വീട് വെച്ചത്. അത് അവർക്ക് രണ്ടുപേരും സൗകര്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു ദിവസം പോലും എൻ്റെ ചേച്ചി നിന്നിട്ടില്ല. അമ്മായിമ്മയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എങ്കിലും ഒരു കുട്ടിയായതിനു ശേഷം ഇപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് സഹകരിക്കും. അവരുടെ വീടിൻ്റെ അവിടെ നിന്നും ഏകദേശം 500 മീറ്റർ മാറിയാണ് ഇവരുടെ വീട്. ചേട്ടൻ്റെ ആ വീട്ടിൽ ചേട്ടൻ്റെ അമ്മയുണ്ട്, പിന്നെ ചേട്ടൻ്റെ ഇളയ സഹോദരിയുണ്ട്, 2 മക്കളുമുണ്ട്. ഇരട്ട കുട്ടികളാണ്. അവരുടെ ഹസ്ബൻഡ് ഉത്തരേന്ത്യയിലാണ് വർക്ക് ചെയ്യുന്നത്. 6 മാസം കൂടിയിരിക്കുമ്പോഴോ മറ്റോ വരൂ. അമ്മായിമ്മ മാത്രം ഇവിടേക്ക് വരും, അല്ലാതെ നാത്തൂൻ വരികയില്ല. നാത്തൂന്മാർ 2 പേരും കൂടി അത്ര രസത്തിലല്ല. ചേച്ചിയുടെ നാത്തൂൻ ആ വീട്ടിൽ തന്നെ ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്നുണ്ട്. ഏകദേശം 1 വർഷമാകുന്നു എനിക്ക് കൊല്ലത്ത് ജോലി കിട്ടിയത്. നല്ല സാലറി ഉണ്ട്. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, എടാ നീ ഇനി വീട്ടിൽ ആഴ്ചയിലൊരിക്കൽ പോയാൽ മതി, എൻ്റെ കൂടെ അങ്ങ് നിൽക്കുക, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. അമ്മയും അച്ഛനും അതിനെ അനുകൂലിച്ചു. ഞാനും ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി. പക്ഷേ എനിക്ക് അവിടുത്തെ സിറ്റുവേഷൻസ് അത്ര ഇഷ്ടമല്ല. കാര്യം ബന്ധുക്കളുമായിട്ടൊന്നും സഹകരണമില്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ല കാര്യമല്ലല്ലോ. എന്തായാലും ഞാൻ അവിടെ പോയി താമസിച്ചതിൽ പിന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും അനുഭവപ്പെട്ടില്ല. അമ്മായിമ്മ വന്നു കഴിഞ്ഞാൽ ചേച്ചിയോട് 1-2 വാക്ക് പറയും, കുട്ടിയെടുത്ത് താലോലിക്കും, എന്നിട്ട് പോവുകയും ചെയ്യും. ചിലപ്പോൾ പൈസ ചോദിക്കും, അപ്പോൾ ചേച്ചി കൊടുക്കുകയും ചെയ്യും. അതിൽ കൂടുതൽ ഒന്നുമില്ല. ആഴ്ചയിൽ 1 കിലോ മറ്റോ മാത്രമേ അമ്മായിമ്മ വരികയുള്ളൂ. എന്നെ അവർ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്താ ഇവിടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ജോലി കിട്ടി വന്നതാണെന്ന്. അത്ര മാത്രമേ ഉള്ളൂ. പിന്നീട് വന്നപ്പോൾ ഞാനവിടെ ഉണ്ടായിരുന്നിട്ടും എന്നോട് മിണ്ടുകയോ ഒന്നും ചെയ്തില്ല. ചേച്ചിയുടെ വീടിനടുത്ത് ചേച്ചിയുടെ ഉറ്റ സുഹൃത്തായ ഒരു സ്ത്രീയുണ്ട്. അവരുടെ ഭർത്താവ് ഗൾഫിലാണെന്ന് പറയുന്നു. കുട്ടികളൊന്നുമില്ല. അവരും പ്രായമായ അവരുടെ അമ്മയുമാണ് ആ വീട്ടിൽ. അവരും പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. ഒരു 35 വയസ്സ് കാണും. 10 വർഷത്തിന് മുമ്പേ കല്യാണം കഴിച്ചിട്ടും അവർക്ക് കുട്ടികളൊന്നുമില്ല. അതുകൊണ്ട് ഭർത്താവ് ഇത്തിരി അകന്നു നിൽക്കുകയാണ് എന്നൊക്കെയാണ് എൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞത്. പക്ഷേ അവരോട് സംസാരിക്കുമ്പോൾ അവർ വളരെ നോർമലായിട്ട് സംസാരിക്കും. ഒരു ദുഃഖവുമുള്ള രീതിയിൽ പുറത്ത് കാണിക്കുകയില്ല. ഒരു ചെറിയ കട അവർ നടത്തുന്നുണ്ട്. ലേഡീസ് സെൻ്റർ പോലെയുള്ളതാണ്. 1.5 കിലോമീറ്റർ അപ്പുറത്താണ് ആ കട. ഞാൻ രാവിലെ ഇറങ്ങുമ്പോൾ ചില ദിവസം അവർ റോഡിലേക്ക് ഇറങ്ങും. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ചേച്ചിയും ഇവരും തമ്മിൽ നല്ല കൂട്ടാണല്ലോ. അതുകൊണ്ട് എന്നോടും ഭയങ്കര കാര്യമാണ്. ചില സമയത്തൊക്കെ അവർ എൻ്റെ ബൈക്കിൻ്റെ പുറകിൽ കയറിയിരിക്കും. ഞാനാണെങ്കിൽ അവരെ കൊണ്ട് ആ കടയുടെ മുന്നിൽ ഇറക്കി വിടുകയും ചെയ്യും. ഇങ്ങനെ 3-4 മാസമായി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ തമ്മിൽ വളരെ കൂട്ടായി. അവരുടെ ഹൃദയ രഹസ്യങ്ങളൊക്കെ അവർ എന്നോട് തുറന്നു പറയാൻ തുടങ്ങി. സ്നേഹിച്ച് കല്യാണം കഴിച്ചെങ്കിലും ഇപ്പോൾ ഭർത്താവിന് ഇത്തിരി അകൽച്ചയാണ്. എങ്കിലും ജീവിക്കാനുള്ള വകയൊക്കെ കടയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അങ്ങേർക്ക് വേറെ കല്യാണം കഴിക്കാൻ പ്ലാൻ ഉണ്ടോ എന്നറിയില്ല. അവിടെയുമല്ല ഇവിടെയുമല്ല എന്നുള്ള മട്ടിൽ നിൽക്കുകയാണ്. എന്തായാലും വീട് സ്ഥലമൊക്കെ എൻ്റെ പേരിലാണ്. പിന്നെ എൻ്റെ അമ്മ എനിക്ക് നോക്കാതിരിക്കാൻ പറ്റുമോ മോനെ എന്നൊക്കെ പറഞ്ഞ് ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ അവർ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാരമില്ല ചേച്ചി, ശരിയാകും, ആർക്കാ കുഴപ്പമെന്ന് നിങ്ങൾ പരിശോധിച്ചില്ല ചേച്ചി. എടാ മോനെ, എനിക്കാണ് കുഴപ്പം. അപ്പോൾ പിന്നെ പുള്ളിയെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് ചേച്ചി സങ്കടപ്പെട്ടു. സാരമില്ല, കുട്ടികളുണ്ടായില്ലെങ്കിലും ജീവിക്കണ്ടേ, ഭർത്താവില്ലെങ്കിലും ജീവിക്കണ്ടേ എന്ന് പറഞ്ഞ് ഞാൻ പൂർണ്ണിമ ചേച്ചിയെ നന്നായി സ്വാന്തനിപ്പിച്ചു. അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. മിക്കവാറും ദിവസങ്ങളിൽ പൂർണ്ണിമ ചേച്ചിയുമായിട്ട് ബൈക്കിൽ ഞാൻ പോയി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞു, എടാ അവളുടെ ഭർത്താവ് പലപ്പോഴും വരികയുള്ളൂ. നാട്ടുകാർക്കൊക്കെ അറിയാം അവൾ ഭർത്താവുമായിട്ട് ഏകദേശം പിരിയാറായി നിൽക്കുകയാണെന്ന്. നീ എന്നും അവളെ കയറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ സഹോദരിയാണെന്നൊന്നും ആരും കരുതില്ല. എന്തെങ്കിലുമൊക്കെ ഇല്ലാവചനങ്ങൾ പറഞ്ഞുണ്ടാക്കും. അത് നീ സൂക്ഷിച്ചോണം. അപ്പോൾ ചേച്ചിയും ഇത്ര ഇടുങ്ങിയ മനസ്ഥിതിയുള്ള ആളാണോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞു, എടാ അങ്ങനെയല്ല, എന്ത് വേണമെങ്കിലും പറയാവുന്ന ആൾക്കാരാണ് എവിടെയും ഉള്ളത്. അപ്പോൾ നീ സൂക്ഷിക്കുക തന്നെ വേണം. നിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. എവിടെയെങ്കിലും പെണ്ണ് ആലോചിച്ച് പോകുമ്പോഴേക്കും കല്യാണം കഴിച്ചൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു വരുത്തി കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമാകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനിപ്പോഴേയും കല്യാണം കഴിക്കുന്നില്ല. അപ്പോൾ ചേച്ചി പറഞ്ഞു, എന്നാ നിൻ്റെ ഇഷ്ടം, കല്യാണം കഴിക്കുന്നില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. കല്യാണം കഴിക്കാൻ മോഹമില്ലാത്തവർക്ക് എന്ത് പേരുദോഷം. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം, കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് ഒരു കണക്കിന് നല്ലത്. കല്യാണം കഴിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് ചേച്ചിയും പറഞ്ഞു. ചേച്ചിയുടെ ജീവിതവും അത്ര സുഖപ്രദമാണെന്ന് എനിക്കും തോന്നിയിട്ടില്ല.
ഒരു ദിവസം ഓഫീസിൽ നിന്ന് ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങി. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ചേച്ചി കട അടയ്ക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഞാൻ ആ കടയിൽ കയറി ചില സാധനങ്ങൾ വാങ്ങിച്ചു. നമുക്കൊന്നും ചിപാവെന്ന് ചേച്ചി പറഞ്ഞു. ഓക്കെ എന്ന് ഞാനും പറഞ്ഞു. ഞാൻ കടയുടെ സൈഡിൽ നിർത്തിക്കഴിഞ്ഞപ്പോൾ അതിനകത്ത് നിന്ന് ചേച്ചിയുടെ അമ്മായിമ്മ ഇറങ്ങി വരുന്നത് കണ്ടു. എന്നെ കണ്ടപ്പോൾ അവർ ഒരു ചിരി ജസ്റ്റ് ചിരിച്ചെന്ന് വരുത്തി. എന്നിട്ട് സാധനങ്ങൾ കൊണ്ടങ്ങ് പോവുകയും ചെയ്തു. എന്തായാലും ഞാൻ അവിടെ ചേച്ചിയെ കാത്തു നിന്നപ്പോഴേക്കും ചേച്ചി എന്നോട് പറഞ്ഞു, നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇത്തിരി വലിയൊരു ആ സംഭവം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ ചേച്ചി? അത് ഞാൻ പറയാവടാ, കടയൊക്കെ ഒന്ന് അടയ്ക്കട്ടെ എന്ന് പറഞ്ഞു. ചേച്ചി സാവധാനം കട അടച്ചിട്ട് എന്നോട് പറഞ്ഞടാ, എടാ നിൻ്റെ ചേച്ചിയുടെ അമ്മായിമ്മയില്ലേ, അവരിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന കണ്ടല്ലോ. അവരാണെങ്കിൽ കഴിഞ്ഞ ദിവസം നിന്നെക്കുറിച്ച് വിശദമായിട്ട് എന്നോട് ചോദിച്ചു. അതെന്താ ചേച്ചി ചോദിച്ചത്? അത് പിന്നെ നീ എങ്ങനെയുണ്ടെന്നും നിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്നും നീ എന്നെ വളയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊക്കെ അവർ ചോദിച്ചു. അയ്യേ, അവരെന്തിനാ അങ്ങനെയൊക്കെ ചോദിക്കുന്നേ? എടാ, അവർക്ക് പണ്ടേ ഇത്തരം കാര്യങ്ങളൊക്കെ വലിയ താല്പര്യമാണ്. മെയിനായിട്ട് അവർ ഈ വിഷയം മാത്രമേ പറയുകയുള്ളൂ. കാണാൻ കൊള്ളാവുന്ന ആണുങ്ങളെ അവർ അതിസൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കും. എന്നിട്ട് അവരുടെ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ച് വർണ്ണിക്കും. ഇതെല്ലാവർക്കും അറിയാം. നിൻ്റെ ചേച്ചിക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും എന്നോട് ഭയങ്കര കോളാണ്. അതുകൊണ്ടാണ് നിൻ്റെ കാര്യം എന്നോട് ചോദിച്ചത്. നിൻ്റെ പുറകെ ഇരുന്നാണല്ലോ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ നീ എന്നെ ലൈൻ അടിക്കുന്നുണ്ടോ? എനിക്ക് നിന്നെ ഇഷ്ടമാണോ? നീ കൊള്ളാമെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. ഞാൻ കൊള്ളാമെന്ന് അവർ പറഞ്ഞു. അവരിനോട് മിണ്ടാറ് പോലുമില്ലല്ലോ. അവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവർ നിന്നെ ആകെ ഒന്ന് നോക്കിയെന്നോ, നീ അവിടെ ഷർട്ടില്ലാതിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നിന്നോട് നല്ലൊരു ഇമ്പ്രഷൻ തോന്നിയെന്നും നീ അതിലൂടെയൊക്കെ നടക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആണിൻ്റെ നല്ല ലക്ഷണമാണെന്നും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു ഗുണമുള്ള ആളാണ് നീയെന്നും അവർ എന്നോട് പറഞ്ഞു എന്ന് ചേച്ചി പച്ചയ്ക്ക് പറഞ്ഞു. ദൈവമേ, അവരെന്നെ ശ്രദ്ധിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്നോട് മിണ്ടുകയില്ല. അവരിതൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്. അതല്ല, അതിനപ്പുറം വേണമെങ്കിലും ശ്രദ്ധിക്കും. എന്തായാലും എന്നോട് പറഞ്ഞത്, എടി അവൻ നിന്നെ ട്യൂൺ ചെയ്തില്ലെങ്കിൽ നീ അവനെ ട്യൂൺ ചെയ്യ്. നിൻ്റെ ഭർത്താവ് നിന്നെ മിക്കവാറും ഉപേക്ഷിക്കുമായിരിക്കും. അല്ലെങ്കിൽ അവൻ 2-3 വർഷം കഴിയുമ്പോൾ വരും. അപ്പോഴേക്കും നീ ഇങ്ങനെ നിന്ന് മൂത്ത് നരച്ചു പോകും. ഇപ്പോൾ ചോരയും നീരുമുള്ളൊരു പയ്യൻ നിൻ്റെ കൂടെ ഇല്ലേ? വെറുതെ എന്തിനാടി നീ അങ്ങോട്ടും ഇങ്ങോട്ടും ബൈക്കിൽ കയറി പോകുന്നത്? ഇടയ്ക്ക് നീ അവനോട് ഒന്നടുത്തിട്ട് തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ സമ്മർദ്ദം പ്രയോഗിക്കുമോളെ, നിനക്ക് എല്ലാം കൈവരും എന്ന് അവർ പറഞ്ഞെന്ന് ആ ചേച്ചി എന്നോട് പറഞ്ഞപ്പോഴേക്കും എനിക്ക് ശരിക്കും വല്ലായ്മ തോന്നി. ഞാൻ പറഞ്ഞു, ചേച്ചി, അവർ എൻ്റെ ചേച്ചിയോട് പോലും അത്ര നല്ല രീതിയിൽ സംസാരിക്കില്ല. എന്നെ കണ്ട ഭാവം നടിക്കില്ല. എന്നിട്ട് ഒളിഞ്ഞു നോക്കിയിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചേച്ചിയോട് പറഞ്ഞത് എന്തിനാണെന്ന്. അപ്പം ചേച്ചി എൻ്റെ ദേഹത്തോട്ടുകൊണ്ട് പറഞ്ഞു, എടാ, ശരിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ കണ്ടപ്പോൾ അവർക്ക് ഇളക്കമിളകി. അത് എന്നോടങ്ങ് പറഞ്ഞതാണ്. പക്ഷേ അവരുടെ ഉള്ളിലുള്ള മോഹം അവർ പറഞ്ഞില്ല. എന്നെ ആക്കി അങ്ങ് പറയുകയാണ്, നീ നോക്കടി, നീ ട്രൈ ചെയ്യടി എന്നൊക്കെ പറയുകയാണ്. അവസാനം ഞാനെങ്ങാനും പറയും, ശരി ചേച്ചി, ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞാൽ മതി. പിന്നെ അവർ പറയും നമ്മൾ രണ്ടുപേരും കൂടെ അമേരിക്കയിൽ പോയി സ്ഥിരതാമസമാക്കിയെന്ന്. അത്ര ഒരു സ്വഭാവമാണ്. എന്തായാലും അവർക്ക് നിന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വല്ലാതെ ഹാലിളകിയിട്ടുണ്ട്. അതാണ് എന്നോട് പറഞ്ഞത്. ഞാനിപ്പോൾ ഒഴിഞ്ഞു മാറി. എൻ്റെ പൊന്നു ചേച്ചി, അവൻ എൻ്റെ സഹോദരനെ പോലെയുള്ളൂ. ചേച്ചി ഒരു കാര്യം ചെയ്യേ, സ്വന്തം മരുമകളുടെ സഹോദരനല്ലേ, ആ വീട്ടിൽ കയറി ചെന്ന് അവനോട് സംസാരിക്കുക, സ്വന്തം മകളോട് സംസാരിക്കുക. അപ്പോൾ നല്ല സൗഹൃദമുണ്ടാകും. ആ സമയത്ത് അവനോട് ഉള്ള കാര്യം അങ്ങ് പറയണം, അല്ലെങ്കിൽ ട്രൈ ചെയ്യണം. അവൻ വീഴുകയോ വീഴാതിരിക്കുകയോ ചെയ്യുന്നത് ചേച്ചിയുടെ മിടുക്ക് പോലിരിക്കും. അതിന് പകരം എന്നോട് പറഞ്ഞിട്ട് എന്ത് കാര്യമെന്ന്. അപ്പോഴേക്കും അവർ ദേഷ്യപ്പെട്ടു. എടീ, നീ വലിയ കളിയാണെന്ന് എനിക്കറിയാം. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ അവിടെയും കഴിഞ്ഞു ഇവിടെയും കഴിഞ്ഞു എന്ന് എനിക്കറിയാം. നീ ഇപ്പം ആ ചെക്കനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇണക്കം കൂടിയിട്ട് നീ പിടിച്ചു വെച്ചോണ്ടിരിക്കുകയാണ്. ഒരു ദിവസം എല്ലാം പുറത്ത് ചാടുപടി, അപ്പം ഞാൻ അതിന് മറുപടി പറയാം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ടാണ് പോയത്. എന്തായാലും മോനെ, നീ ഞാനും സൂക്ഷിക്കണം. നമ്മളെ രണ്ടുപേരും ചേർത്ത് ഒരു കഥ ഉടനെ തന്നെ ഇറങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് രാവിലെ ഞാനിനി തൊട്ട് നിൻ്റെ ബൈക്കിൽ കയറുന്നില്ലടാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതിൻ്റെ പൊന്നേച്ചി, ഇതൊന്നും പ്രതീക്ഷയില്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ ചേച്ചി ബൈക്കിൽ കയറാതിരിക്കേണ്ട കാര്യമില്ല. ചേച്ചിയുടെ ഹസ്ബൻഡ് ചേച്ചി ഉപേക്ഷിക്കാൻ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ദാമ്പത്യം വലിയ പ്രശ്നത്തിലായിരിക്കുകയാണ്. അതുകൊണ്ട് ചേച്ചിക്കാരെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതേപോലെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ ഞാനും ആരെയും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല.
എങ്കിൽ പിന്നെ എനിക്ക് പ്രശ്നമില്ലടാ. പക്ഷേ ആളുകൾ ഇങ്ങനെ പറയും കേട്ടോ, നീ ഇനി എത്ര കാലം ഇവിടെ കാണും? അതിപ്പോൾ ഒരു 3 വർഷമെങ്കിലും എടുക്കും ചേച്ചി, ട്രാൻസ്ഫറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ആ, നീ സൂക്ഷിച്ചു നിന്നോ, ഞാനും സൂക്ഷിക്കാൻ മോനെ. നിൻ്റെ ചേച്ചിയുടെ അമ്മായിമ്മ ഇങ്ങനൊരു ടൈപ്പാണ്. അപ്പോൾ ഇവരിങ്ങനെ പറയുന്നതേ ഉള്ളൂ, ഗോസിപ്പ് പറയുകയാണോ അതോ അവർക്ക് വല്ല ആക്ടിവിറ്റീസും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ചേച്ചി എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, അവർക്ക് ആക്ടിവിറ്റിയേ ഉള്ളൂ. അതുകൊണ്ടല്ലേ സ്വന്തം മോൻ പോലും നിൻ്റെ ചേച്ചിയെ അവിടെ താമസിപ്പിക്കാത്തത്. കാര്യം അവിടെ നിന്ന് കഴിഞ്ഞാൽ ചേച്ചിയും വഷളാകുമെന്ന് അവനറിയാം. പക്ഷേ ഇപ്പോൾ അവരുടെ മോളോടുണ്ടല്ലോ, അവർ ബ്യൂട്ടി പാർലറൊക്കെ നടത്തി 2 പിള്ളേരെയും കൊണ്ട് താമസിക്കുകയാണല്ലോ. ഓ എൻ്റെ പൊന്നു മോനെ, അവളുടെ സ്വഭാവം എങ്ങനെയാണെന്ന് ആർക്കറിയാം. എന്തായാലും എൻ്റെ കഥ പോലെയാണ് അവളുടെ കഥയും. ഭർത്താവ് ഏകദേശം ഉപേക്ഷിച്ച മട്ടാണെന്നാണ് പറയുന്നത്. ഇവരങ്ങ് പറയുകയാണ് ഭർത്താവ് ഗൾഫിലാണ്, അവൻ കാശ് അയക്കുന്നുണ്ടെന്നൊക്കെ. ആക്ച്വലി അങ്ങനെയൊന്നുമല്ല. ഇവിടുത്തെ പോലെ തന്നെ അവിടെയും നിൻ്റെ ചേച്ചിയുടെ നാത്തൂൻ്റെ ജീവിതവും ഏകദേശം കോഞ്ഞാട്ടയാണ്. അതിന് കാരണം ആ ഒരു അമ്മ തന്നെയാണ്. അവർ ഈ പറഞ്ഞതുപോലെ ആക്ടിവിറ്റീസ് ആണല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ സ്വന്തം മകളെയും പിടിച്ചിട്ട് കാണും. ഇങ്ങനെയൊക്കെയാണ് നാട്ടുകാർ പറഞ്ഞത്. സത്യമേതാ കള്ളമേതാണെന്ന് ആർക്കറിയാം. നിൻ്റെ ചേച്ചി ഇതൊന്നും നിന്നോട് പറഞ്ഞില്ലെന്ന് ചോദിച്ചു. ഏയ്, അങ്ങനൊന്നും ചേച്ചി പറഞ്ഞില്ല. ചേച്ചി അവിടെ എവിടെയും തൊടാതെ ഓരോന്നൊക്കെ സംസാരിച്ചതേ ഉള്ളൂ. എന്തായാലും നിൻ്റെ ചേച്ചിയുമായിട്ട് ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല. അവളുടെ അമ്മായിമ്മയല്ലേ എങ്ങനെ ഇതൊക്കെ പറഞ്ഞത്. എന്നാലും നാട്ടുകാരൊക്കെ പറഞ്ഞ് അവൾ അറിഞ്ഞു കാണുമായിരിക്കും എന്ന് പറഞ്ഞു. അന്ന് വൈകുന്നേരം ചേച്ചിയും ഞാനും കൂടി കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഇങ്ങനൊരു സംഭവം ഉണ്ടായി, കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അമ്മായിമ്മ പറഞ്ഞെന്ന് പറഞ്ഞപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, എടാ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. പലരും അവരുടെ ബന്ധുക്കളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പക്ഷേ അതിലൊന്നും തലയിടാൻ പോയിട്ടില്ല. എൻ്റെ ഭർത്താവിന് നന്നായിട്ടറിയാം. അദ്ദേഹം എന്നോട് പറഞ്ഞു അവരുമായിട്ട് സംസർഗം കൂടരുതെന്ന്. അതുകൊണ്ട് ഞാൻ ഇവിടെ ജീവിക്കുന്നു, അത്രയേ ഉള്ളൂ. എന്നിട്ടും ഇവിടെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ, ഒരു ഓട്ടോറിക്ഷക്കാരൻ വന്നെന്ന് പറഞ്ഞാലും അവർ പറയും ഞാനും അയാളും കൂടെ ബന്ധമാണെന്ന് മകനോട് ഗൾഫിൽ വിളിച്ച് പറയും. പിന്നെ ഹസ്ബൻഡ് അത്രയ്ക്ക് വിശ്വാസമായതുകൊണ്ട് മാത്രമാണ് ഈ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകുന്നത്. ആവശ്യമില്ലാത്ത ഗോസിപ്പ് കഥകൾ ഇതുപോലെ അവരിറക്കും. എൻ്റെ ഭർത്താവ് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, സ്വന്തം മകനാണെന്ന് പോലും നോക്കാതെ അവർ ചില സമയത്ത് മദ്യപിച്ചിട്ട് ചില കടന്നുകയറ്റങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന്. അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടി. അവർ മദ്യപിക്കുമോ? എടാ, അവരുടെ കയ്യിലില്ലാത്ത പരിപാടിയൊന്നുമില്ല. അവർ നമ്മൾ വിചാരിക്കുന്നൊരു ടൈപ്പേ അല്ല. വല്ലാത്ത ഒരു സ്ത്രീയാണ്. അവരെ എങ്ങനെ വർണ്ണിക്കണമെന്ന് എനിക്കറിയില്ല. കാണുമ്പോൾ ജസ്റ്റ് പുഞ്ചിരിക്കാൻ പോവുക, അതായിരിക്കും നല്ലത്. നിന്നെയും പൂർണ്ണിമയും ചേർത്ത് ആരെങ്കിലും ഗോസിപ്പ് പറയുമെന്ന് ആദ്യമേ ഞാൻ പറഞ്ഞില്ലേ, അത് എൻ്റെ അമ്മായിമ്മ തന്നെയാണ്. വേറെ ഈ നാട്ടിൽ ആരും പറഞ്ഞില്ലെങ്കിലും അവർ ആദ്യം പറയും. അതിനു വേണ്ടിയിട്ടാണ് ആദ്യം പൂർണ്ണിമയുടെ അടുത്ത് പോയി ചൂണ്ടിട്ട് നോക്കിയത്. അവളെന്തായാലും തട്ടിവിട്ടത് കൊണ്ട് ഇനി അവളെ അത്രയ്ക്ക് ഇഷ്ടമായിരിക്കില്ല. മൊത്തം സംശയമായിരിക്കും മോനെ. ഇനി അവർ തന്നെയായിരിക്കും ഗോസിപ്പിറക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കൊള്ളാം, നിങ്ങളുടെ അമ്മായിമ്മ അടിപൊളിയാണ്. അവർ ഗോസിപ്പിറക്കട്ടെ, എവിടെ വരെ പോകുമെന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു പനി പിടിവിട്ടു. 2-3 ദിവസം ഞാൻ ഓഫീസിൽ പോയില്ല. ഞാനിപ്പോൾ സിറ്റ് ഔട്ടിലിരിക്കുകയാണ്. ചേച്ചിയാണെങ്കിൽ എനിക്ക് കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ട് കൊണ്ട് തന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തുണ്ട് അമ്മായിമ്മ കയറി വരുന്നു. എന്നെ കണ്ട് അടിപൊളി നോക്കി. എന്നിട്ട് ചോദിച്ചു, എന്താ പറ്റിയത്? മുഖം വിളറി വിളത്തിരിക്കുന്നല്ലോ. അപ്പോൾ ചേച്ചി പറഞ്ഞു, അമ്മ അവന് പനിയാണ്. ആഹാ, പനിയാണോ? യോ, എപ്പം തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് സ്നേഹത്തിൽ എൻ്റെ നെറ്റിയിലൊക്കെ ഒന്ന് കൈ വെച്ച് നോക്കി. എനിക്കൊന്നും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും ചേച്ചി ഒന്നും അറിയാത്ത മട്ടിൽ, അമ്മേ ദേ ഇവിടെ കുറേ ഉപ്പേരി വറുത്ത് വെച്ചിട്ടുണ്ട്, അമ്മ എടുത്തോണ്ട് പോകാൻ പറഞ്ഞു. എന്തായാലും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അവർ കൊണ്ടുപോകും. അവർ രണ്ടുപേരും കൂടെ അടുക്കളയിലേക്ക് പോയി. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി സിറ്റ് ഔട്ടിലേക്ക് വന്നു. എടാ, മുകളിൽ തുണിയൊക്കെ ഉണ്ട്, ഞാൻ ഒന്ന് പറക്കിടട്ടെ, അമ്മ പോവല്ലേന്ന് ചോദിച്ചു. ആ, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ മുറ്റത്ത് എൻ്റെ കുറേ തുണിയൊക്കെ കിടപ്പുണ്ട്. അവരെന്നോട് ഇപ്പം എങ്ങനെയുണ്ട്, കുറവുണ്ടോ? ഞാൻ പറഞ്ഞു, 2-3 ദിവസത്തിന് മുമ്പായിരുന്നു കടുത്ത പനി, ഇപ്പോൾ കുറവുണ്ട്, നാളെ ഓഫീസിൽ പോകണമെന്ന് വിചാരിക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, പൂർണ്ണിമ എന്തിയേ, അവൾ കടയിൽ പോയെന്ന്. ഞാൻ പറഞ്ഞു, ആ എനിക്കറിയില്ല, അവർ പോയി കാണുമായിരിക്കുമെന്ന്. നിന്നോട് പറഞ്ഞിട്ടില്ലേ അവൾ രാവിലെ കടയിൽ പോകുന്നതും വൈകിട്ട് തിരിച്ചു വരുന്നതും? ചേച്ചി എപ്പോൾ മുകളിലാണ്. ഞാൻ പറഞ്ഞു, ആ അവരെന്തിനാ എന്നോട് പറഞ്ഞത്? അവരുടെ ഭർത്താവ് ഞാനാണോ? അവരുടെ ഭർത്താവ് ഗൾഫിലല്ലേ എന്ന് ചോദിച്ചു. ആ, അവളുടെ ഭർത്താവ് ഗൾഫിലാണെങ്കിലും ഇപ്പോൾ അവളുടെ ഭർത്താവായിട്ട് നീ ഇല്ലേടാ. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞത്? എന്നെയും ആ ചേച്ചിയും കൂടെ ചേർത്ത് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് വെറുതെ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, അല്ലേ, ഞാനാണോ പ്രശ്നം ഉണ്ടാക്കിയത്? അവൾ തന്നെ എന്നോട് പറഞ്ഞത് നീയും അവളും തമ്മിൽ നല്ല ബന്ധമാണെന്നും ഭർത്താവില്ലെങ്കിലും ഇനിയിപ്പം 3 വർഷത്തേക്ക് നീ ഇവിടെ കാണുമെന്നും അതുകൊണ്ട് അവൾക്ക് ഇനിയിപ്പോൾ സന്തോഷത്തിന് ദിനങ്ങളാണെന്നും വേറെ പ്രശ്നമൊന്നുമില്ല, അവൾ വിചാരിച്ച പോലെ തന്നെയാണ് നീയെന്നും നിനക്ക് അവളെ ആദ്യം കണ്ടപ്പോഴേ ഒത്തിരി ഇഷ്ടമാണെന്നും
അവൾ വളരെ സുന്ദരിയാണെന്നും നീ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞെന്നാണല്ലോ അവൾ എന്നോട് പറഞ്ഞെന്ന്. ഞാൻ ചോദിച്ചു, ഇതെന്ത് കഥയാണ്? നിങ്ങൾ തന്നെ ഗോസിപ്പ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരെയും കൂടെ തെറ്റിക്കാൻ നോക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ ഞാൻ എന്താ നിന്നെ തെറ്റിക്കുന്നത്? കൂടുതൽ ഒച്ചയിട്ട് കഴിഞ്ഞാൽ ചേച്ചിയോ നാട്ടുകാർ കേൾക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു, നിങ്ങളല്ലേ പൂർണ്ണിമ ചേച്ചിയോട് കടലിൽ കയറി ചോദിച്ചത്, എടി അവൻ വളയുന്ന ടൈപ്പാണോ, നീ അവനെ വളച്ചോ ഇല്ലെങ്കിൽ വളയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശം കൊടുത്തത്. അതുമാത്രമല്ല നിങ്ങൾ വേറെന്തൊക്കെയോ കണ്ടുപിടിച്ചു എന്നുള്ള മട്ടിൽ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവർ മൂക്കത്ത് വിരൽ വെച്ചു. ഞാനെപ്പോൾ അവളോട് പറഞ്ഞു? ഞാൻ ആ കൂടി അവളോട് ഇത്രേ പറഞ്ഞുള്ളൂ, എടി അവൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ ഒരു ദിവസം ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവൻ ഷർട്ട് ഇടാതെ അവിടേക്ക് ഇരിക്കുന്നു. നല്ല ശരീരഭംഗിയുള്ളൊരു ചെറുപ്പക്കാരനാണ്. ആ കൊള്ളാം, എങ്ങനെയാടി അവൻ്റെ സ്വഭാവം എന്ന് ചോദിച്ചു. അത്രമാത്രം ഞാൻ ചോദിച്ചുള്ളൂ, അല്ലാതെ അവളോട് ഞാൻ പോയിട്ട് നിന്നെ വളയ്ക്കാനോ നീ വളയ്ക്കാനോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ പൂർണ്ണിമ ചേച്ചി അങ്ങനെയല്ലോ പറഞ്ഞത്. എടാ അവൾ പറഞ്ഞത് നീ കണ്ണടച്ച് വിശ്വസിക്കരുത്. ഭർത്താവ് ഉപേക്ഷിച്ച് നിൽക്കുന്ന ഒരു സ്ത്രീയാണ് അവൾ എന്നോട് പറഞ്ഞത്. അവൾക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. എങ്ങനെ തുടങ്ങണം എവിടെ തുടങ്ങണമെന്ന് അറിയില്ല. കൂട്ടുകാരുടെ സഹോദരനായതുകൊണ്ട് സഹോദരനായിട്ടല്ലേ കാണാൻ പറ്റുകയുള്ളൂ. വേറെന്തെങ്കിലും രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റിയായിരുന്നെങ്കിൽ എന്നെ ശരിയാക്കി എടുത്തേനെ എന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. ചേച്ചിക്ക് പല ട്രിക്കും അറിയാമല്ലോ. അതുകൊണ്ട് ചേച്ചി ആദ്യം ഒന്ന് സംസാരിച്ച് അവനെ സ്നേഹത്തോടു കൂടി പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാവുന്ന ടൈപ്പാണോ എന്ന് ഒന്ന് നോക്കൂ ചേച്ചി എന്നാണല്ലോ പൂർണ്ണിമ എന്നോട് പറഞ്ഞത്. അതുമാത്രമല്ല ഈ അടുത്ത കാലത്ത് നിന്റെ പുള്ളിയും വള്ളിയും ഒക്കെയുള്ളൊരു കവചം ഇവിടെ മതിലിൽ നനച്ചിട്ടിരുന്നില്ലായിരുന്നു? അത് ഞാൻ എല്ലായിടത്തും നോക്കി, കാണാനില്ല. എങ്ങനെ കാണൂടാ? ഞാനല്ലേ എടുത്തോണ്ട് നിന്റെ പൂർണ്ണിമയ്ക്ക് കൊടുത്തത്. നിങ്ങൾ എന്തായി പറഞ്ഞത്? എടാ അവളാണ് പറഞ്ഞത്. അവളിവിടെ വരുമെങ്കിലും അവൾക്ക് എടുക്കാൻ ധൈര്യമില്ല, അതുകൊണ്ട് ഞാൻ എടുത്തോണ്ട് കൊടുത്താണ്. ദൈവമേ, ഇതൊക്കെ ഉള്ളതാണോ? ആ ഉള്ളതാണോ കള്ളമാണോന്ന് നിനക്ക് പതിയെ മനസ്സിലാകും. ഞാൻ ഈ പറഞ്ഞതൊക്കെ ചേർത്ത് ആ കള്ളിയോടൊന്ന് ചോദ്യര്. അപ്പം യഥാർത്ഥ കുഴപ്പം ആർക്കാണെന്നുള്ളത് നിനക്ക് പിടികിട്ടും. അപ്പം നീ ചോദിക്കും, ഞാൻ ശീലാവതിയാണോന്ന്? അല്ല, ഒരിക്കലുമല്ല. എനിക്കെന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ പതുക്കെ അത് തുറന്നു പറയും. തുറന്നു പറയുക മാത്രമല്ല, എൻ്റെ 90% ഇഷ്ടങ്ങളും ഞാൻ സാധിച്ചെടുക്കുകയും ചെയ്യും. ചില സമയത്ത് മാത്രമേ ഉള്ളൂ എൻ്റെ കാര്യങ്ങൾ നടക്കാതിരിക്കുന്നത്. എനിക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആണ്. നാട്ടുകാരെ പറഞ്ഞാലും വീട്ടുകാരെ പറഞ്ഞാലും ആര് പറഞ്ഞാലും ഞാനത് നിർത്താൻ പോകില്ല. പക്ഷേ ഞാൻ ഒരിക്കലും പറയില്ല എനിക്കൊന്നും ഇഷ്ടമല്ല, എനിക്കൊന്നും അറിയില്ല, ഞാൻ അവനെ സഹോദരനായിട്ടാണ് കണ്ടത്, ആങ്ങളെയും പെങ്ങളുമാണ്, ഇങ്ങനെയൊന്നും പറയില്ല. ഞാൻ ഏത് രീതിയിലാണ് കണ്ടതെന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തുറന്നങ്ങ് പറയും. ഞാൻ ആരെയും നോക്കാറില്ല. ഞാൻ ഇത്തിരി മോശമാണെന്ന് നീ കരുതിക്കോളൂ എന്ന് പറഞ്ഞ് അവർ പെട്ടെന്നങ്ങ് പോയി. പെട്ടെന്ന് ചേച്ചിയും ഇറങ്ങി വന്നു. ചേച്ചി വെച്ചു, അവർ നിന്നോട് എന്താണ് സംസാരിച്ച് ഒച്ച ഉയർത്തിയത് സംസാരിക്കുന്നവർ തോന്നിയില്ലോ എന്ന് പറഞ്ഞു. ഞാൻ യഥാർത്ഥ കാര്യം പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, ആ പൂർണ്ണിമ ചേച്ചി കടയിൽ പോയെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അവർ കടയിൽ പോയത് ഞാൻ എങ്ങനെ അറിയാനാ എന്ന് പറഞ്ഞതാണ്. അതിൻ്റെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ചേച്ചി പറഞ്ഞു, അവർക്കല്ലെങ്കിലും ഇളക്കം കൂടുതലാണല്ലോ, നീ സൂക്ഷിക്കണം. നിന്നോട് ഇന്ന് സ്നേഹമായി പെരുമാറി, ഇനി അതിൻ്റെ പേരിൽ മിക്കവാറും ഇവിടെ വന്ന് നിന്നോട് ഒത്തിരി നേരം സ്നേഹമായിട്ട് പെരുമാറാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ മോനെ പറയാൻ പറ്റില്ല, സ്വന്തം മകൻ്റെ കഥ അറിയാമല്ലോ, അതുപോലെ ആയിരിക്കും. എനിക്കിതൊന്നും കാണാനും കേൾക്കാനും വയ്യേ എന്ന് പറഞ്ഞ് ചേച്ചി പാതി കളിയായിട്ടും പാതി ഗൗരവമായിട്ടും പറഞ്ഞിട്ടങ്ങ് പോയി. പിന്നീട് പൂർണ്ണിമ ചേച്ചിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി സമ്മതിക്കില്ല, എനിക്കറിയില്ല, അവർ കഥ ഉണ്ടാക്കി പറയുന്നതാണ്, ഒരിക്കലും അവർ പറഞ്ഞത് ശരിയല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതിൽ എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ട്, എൻ്റെ കാണാതെ പോയ കാര്യം എവിടെയാണ്? ഞാൻ ചേച്ചിയുടെ വരികയാണ്, ചേച്ചിയുടെ വീട്ടിൽ മുഴുവനും നോക്കിക്കോട്ടെ, ഞാനപ്പോൾ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, നീ വന്ന് നോക്ക്, അവിടെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. എങ്കിലും ഞാൻ പറഞ്ഞു, എന്തോ ഒരു പ്രശ്നമുണ്ട്, നിങ്ങളെ രണ്ടുപേരെയും കൂടെ ഒന്നിച്ചിരുത്തി എനിക്കൊന്ന് സംസാരിക്കണം. ഇതിലെ യഥാർത്ഥ കള്ളി ആരാണെന്ന് എനിക്കൊന്ന് തിരിച്ചറിയണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പൂർണ്ണിമ ചേച്ചി പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല, അവരാണ് കള്ളത്തരം പറഞ്ഞത്. ഞാൻ പറഞ്ഞു, അങ്ങനെ അങ്ങ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവരെ മാത്രം കുറ്റക്കാരിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചി എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ശരിയാണ് അവർ പറഞ്ഞത്, അവർ കുറച്ച് കാര്യമേ പറഞ്ഞുള്ളൂ. എടാ എനിക്കത് കേട്ടപ്പോൾ അവരോട് അസൂയ തോന്നി. അവരാണെങ്കിൽ നിങ്ങളുടെ ബന്ധുവല്ലേ, ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് അവരുടെ യഥാർത്ഥ സ്വഭാവം വെച്ച് നിന്നെ അവർ വളച്ചെടുക്കുമോയെന്ന് എനിക്കങ്ങ് പേടി തോന്നി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്നും നീ അനുകൂലമായ പല പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുന്നുണ്ടെന്നും പിന്നെ ചില കാര്യങ്ങൾക്കൊക്കെ പേടിയാണെന്നും ചേച്ചി തന്നെ മുൻകൈ എടുക്കൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്തൊക്കെയോ പറഞ്ഞടാ. അവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരെ ഓർത്ത് വെച്ചു. ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി.
അല്ല, അപ്പോൾ യഥാർത്ഥത്തിൽ പ്രശ്നം ആർക്കാണ് എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി എൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, യഥാർത്ഥത്തിൽ പ്രശ്നം എനിക്കാണ്. നിന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പ്രശ്നങ്ങളാണ്. വർഷങ്ങളായിട്ടും എൻ്റെ ഹസ്ബൻഡൊക്കെ അകന്ന് നിൽക്കുകയല്ലേ മോനെ. ഞാനും ഒരു മനുഷ്യ സ്ത്രീയല്ലേ. നീ ഇത്രയും അടുത്ത് വന്നൊക്കെ എന്നോട് നല്ല സ്നേഹത്തോടുകൂടി ഇടപെടുമ്പോൾ ഞാനെങ്ങനെടാ വെറുതെ ഇരിക്കുന്നത്? അങ്ങനെ ഇഷ്ടം കൂടിയപ്പോഴാണ് ഞാൻ ചേച്ചിയോട് പറഞ്ഞത്, ചേച്ചി അതൊരെണ്ണം എടുത്തോണ്ട് തരാമോന്ന്. ചേച്ചി എനിക്ക് എടുത്തോണ്ട് തരികയും ചെയ്തു. ഒരു കണക്കിന് നോക്കുമ്പം ഞാൻ മുഴുവനും കള്ളത്തിനും വന്നതിനോട് പറഞ്ഞത്. ഇനിയിപ്പോൾ ഞാൻ തുറന്നു പറയാം. എന്തായാലും നിനക്ക് പ്രശ്നമില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് തോണി തുഴയാം മോനെ. വഞ്ചി തുഴഞ്ഞ് നമുക്ക് അക്കരെ പോകാം. നീ ഇനി സമ്മതിക്കാതിരിക്കരുത്. ചേച്ചിക്ക് അതൊത്തിരി മനോവിഷമമാകും എന്ന് പറഞ്ഞ് അവർ കടയാണെന്ന് നോക്കാതെ അതിര് കടന്ന് ചില പ്രവൃത്തികൾ കാണിച്ചു. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പിന്നീട് അവർ ഫോണിൽ വിളിച്ച് എന്നോട് കൊഞ്ചാനും കുഴയാനും തുടങ്ങി. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കും ഒന്നും നിരാകരിക്കാൻ പറ്റിയില്ല. അവർ 11:30 കഴിയുമ്പോൾ എനിക്കൊരു സിഗ്നൽ തരും. തൊട്ടടുത്താണല്ലോ. ഞാൻ ചേച്ചി ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോകും. പിന്നീട് അവിടെ പാണ്ടിമേള പാട്ടും കൂത്തും പഞ്ചവാദ്യ തപ്പും തകിലുമാണ്. അതുമാത്രമല്ല, അവർക്ക് എന്നോട് അമിതമായ സ്നേഹമാണ്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ ആശയങ്ങൾ ചൊരിഞ്ഞു വന്നതുകൊണ്ട് എനിക്കറിയില്ല. ആദ്യത്തെ അനുഭവം എനിക്ക് എവറസ്റ്റോളം ഉയർന്നതായിരുന്നു. ഇങ്ങനൊരു ബന്ധത്തിൽ ഞാൻ അകപ്പെടുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. പക്ഷേ അടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് അവർ പറഞ്ഞത് അനുസരിക്കുന്ന ഒരു മനോഭാവമായി. പതുക്കെയാണ് അവർ പറഞ്ഞത്, എൻ്റെ ചേച്ചിയുടെ അമ്മായിമ്മയ്ക്കും താല്പര്യമുണ്ട്, അതുപോലെ അവരുടെ മകൾക്കും താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞത്. വേണ്ടെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ചേച്ചി പറഞ്ഞു, എല്ലാ കാര്യത്തിനും കൂട്ടുപിടിച്ചതും നമ്മുടെ കൂടെ നിന്നതും അവരല്ലേ. ആക്ച്വലി ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ്. ഒരു കുഴപ്പവുമില്ല. നിനക്ക് എല്ലാം പറ്റുമോനെ. അത്രയ്ക്കും നല്ലവനാ നീ. ഉപയോഗിക്കാതിരുന്നാൽ നമ്മുടെ മനസ്സ് പോലും തുരുമ്പെടുക്കും മോനെ. അപ്പോഴാണോ എന്തായാലും എപ്പോഴും ആക്റ്റീവായിരിക്കൂ എന്ന് പറഞ്ഞ് അവർ എന്നെ നിർബന്ധിച്ചപ്പോൾ എനിക്ക് പിന്നെ മുന്നും പിന്നും നോക്കേണ്ടി വന്നില്ല. അങ്ങനെ ഇപ്പോൾ എൻ്റെ ചേച്ചിയോട് ഒട്ടും അടുപ്പം കാണിക്കാത്ത അവരോടെല്ലാം വളരെയധികം അടുപ്പത്തിലാണ് ഞാൻ. എല്ലാം രഹസ്യമായി തുടർന്നു പോവുകയാണ്. എന്നാണ് ഇതൊക്കെ പ്രശ്നത്തിലാകുന്നതെന്ന് എനിക്കറിയില്ല മാഡം. അതുകൊണ്ട് നല്ല ടെൻഷനുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും ഈ കഥയിലെ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, പലരും പഴഞ്ചൊല്ലി പറയാറുണ്ട്, സ്ത്രീകളുടെ മനസ്സ് ഒരിക്കലും അറിയാൻ പറ്റില്ല. അവർ പുറത്ത് പെരുമാറുന്ന പോലെ ആയിരിക്കില്ല ഒരിക്കലും അകത്ത് ചിന്തിക്കുന്നത്. വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന്. അത് കറക്റ്റാണ്. കാര്യം വളരെ ദുരൂഹതയുള്ള ആളുകളാണ് സ്ത്രീകൾ. അവരുടെ മനസ്സ് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. അതിനൊരു തെളിവാണ് ഈ കഥ. എന്തായാലും നിങ്ങൾ പെട്ടിരിക്കുന്ന ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്കെല്ലാം ഓക്കെയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്രയും വളഞ്ഞ ബുദ്ധികളുള്ള സ്ത്രീകളുടെ കൂടെയാണ്. നിങ്ങളെക്കാളൊക്കെ ഒത്തിരി ബുദ്ധി കൂടുതലാണ് അവർക്കെന്ന് ഓർത്തോണം. ഏതെങ്കിലും ഒരു സമയത്ത് അവരിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയോ ഒരു കല്യാണത്തിന് ആലോചിക്കുകയോ ചെയ്യുമ്പോഴായിരിക്കും യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നത്. അതുവരെ സ്മൂത്തായിട്ട് പോകുമായിരിക്കും. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇതൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ്. നിലാവുണ്ടെന്ന് കരുതി വെളുക്കോളം കക്കരുത് എന്ന് പറയുന്ന പഴഞ്ചൊല്ലി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ രസമാണെന്ന് തോന്നുമെങ്കിലും ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബന്ധങ്ങളിൽ നിന്ന് പിന്മാറുന്നതാണ് നല്ലത്. വളരെ പതുക്കെ ജോലിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഈസി ആയിട്ട് അവിടുന്ന് രക്ഷപ്പെടുന്നതാണ് നല്ലത്. അല്ലാതെ ഇത് നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചേച്ചി അറിയുന്നത് പറഞ്ഞെന്ന് പറഞ്ഞാൽ അവിടെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ലായിരിക്കും. അഥവാ ഉണ്ടെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ ഇവർ മൂലം നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നല്ലപോലെ ശ്രദ്ധിക്കുക. എന്തോ ഇതിനകത്ത് കുറച്ചധികം ദുരൂഹതയുള്ള വ്യക്തികളാണെന്ന് തോന്നുന്നു. ആരും സ്ട്രൈറ്റ് ഫോർവേഡ് ഒന്നുമല്ല. അതുകൊണ്ട് നിങ്ങൾ നന്നായി നിന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലമാണെന്ന് അറിയാമല്ലോ. കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല.